വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയം വിപണിക്ക് വിട്ടത്. മാസ്റ്റർ പഠിക്കുക. എന്നിട്ട് ഓയിൽ ബോണ്ട് അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത്? ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത് ഈ മണ്ണെണ്ണ തൊട്ട് പാചകവാതകം തൊട്ട് പെട്രോൾ ഡീസൽ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിയന്ത്രിത വിലയ്ക്ക് കൊടുക്കണം, അതായത് സബ്സിഡി കൊടുക്കണം ഒരു വലിയ പരിധി വരെ. അതിനുവേണ്ടി 1973 കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി, ആ പോളിസി അനുസരിച്ചാണ് ഇങ്ങനെ ഈ പെട്രോളിയം കമ്പനികൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കൊടുത്തിരുന്നത്. ആ സബ്സിഡി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന, അതായത് മണ്ണെണ്ണ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെ, അതായത് ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി അനുസരിച്ച് ഓരോ ബജറ്റിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആ പൂളിലേക്ക്, പ്രൈസ് പൂളിലേക്ക് ബജറ്റ് വഴി പണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നത്. ഈ ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നതിനിടയ്ക്ക് വാജ്പേയി ഗവൺമെൻറ്റും അങ്ങനെ, അതായത് BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ചിരുന്നു. 2002 ആകുമ്പോഴേക്കും വാജ്പേയി ഗവൺമെൻറ്റിന് മനസ്സിലാകുന്നു ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആ പോളിസിയെ മാറ്റിക്കൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ വില വിപണിക്ക് വിടുന്ന തീരുമാനമെടുക്കുന്നു. പക്ഷേ അപ്പോൾ ആ തീരുമാനം 2002 തന്നെ വിപണിക്ക് വിടാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഓയിൽ പൂൾ അക്കൗണ്ട് വഴി വാങ്ങിയ ഒരുപാട് കടം തിരിച്ചു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു കൊടുത്ത് കഴിയുന്നത് വരെ ഇതുപോലെ തുടരട്ടെ എന്ന് വിചാരിച്ച് തുടർന്നു. പിന്നെ UPA ഗവൺമെൻറ് 2004 ഭരണത്തിൽ വരുന്നു. UPA ഗവൺമെൻറ് 2010 ആകുമ്പോഴേക്ക് 2010 ആകുമ്പോഴേക്ക് ഈ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കടം മുഴുവൻ കൊടുത്തു തീർക്കുന്നു. 2010 പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിടുന്നു. അതിനുശേഷം വാജ്പേയി ഗവൺമെൻറ് BJP ഗവൺമെൻറ് 2014 വന്നപ്പോഴാണ് ഡീസലിൻ്റെ വില നിർണയം വിപണിക്ക് വിടുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ മാസ്റ്റർ പെട്രോളിയം മിനിസ്ട്രിയുടെ ആ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റ് ആവർത്തിക്കേണ്ടി വരില്ല.